ഹലോ ഗൈസ്, അങ്ങനെ സച്ചി സത്യങ്ങൾ ശ്രുതിയോട് മാത്രമായി തുറന്നു പറഞ്ഞ് ശ്രുതിയെ ചൊൽപ്പടിക്ക് നിർത്തുന്നുണ്ട്. അതായത് അന്നത്തെ ദിവസം ശ്രുതി രേവതിയെ നന്നായിട്ട് അപമാനിക്കുന്നുണ്ട്. ശ്രുതിക്ക് വിളമ്പി വെച്ച ഭക്ഷണത്തിലാണെങ്കിൽ ഈച്ച വീണിരിക്കുകയാണ്. അതിന്റെ പേരിൽ പറയാൻ പാടില്ലാത്ത പലതും ശ്രുതി രേവതിയെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, പറഞ്ഞ് രേവതി തിരിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ രേവതിയുടെ വീട്ടുകാരെ വരെ ശ്രുതി പറയുന്നുണ്ട്. ശ്രുതിയുടെ കൂടെ കൂടിയാണ് ചന്ദ്രമതിയും. എന്നാൽ ഇത് കേട്ടോണ്ട് നിൽക്കാൻ സച്ചിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ സച്ചിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ഐഡിയ വരുന്നുണ്ട്. സത്യങ്ങളൊക്കെ സച്ചിക്കറിയാം. അത് ശ്രുതിയുടെ മുന്നിൽ മാത്രം തുറന്നു പറഞ്ഞിട്ട് ശ്രുതിയെ ചൊൽപ്പടിക്ക് നിർത്തണം എന്നുള്ളത്. ശ്രുതിയെ താൻ പറയുന്നത് എന്തും ചെയ്യുന്ന രീതിയിലാക്കിയെടുക്കാനാണ് ഇനി സച്ചിയുടെ തീരുമാനം. എന്തായാലും ആ കിടിലൻ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് രാത്രിയിലെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രേവതിയാണ്. ആ രേവതിയുടെ അടുത്തോട്ട് ചന്ദ്രമതി വരുന്നുണ്ട്. എന്താടി, ഭക്ഷണമൊക്കെ ആയോ? ഇന്നലത്തെ പോലെ നേരം വൈകരുത്. ഇന്നലെ നീ ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും വർഷമോൾക്കും ശ്രുതിമോൾക്കും ഒക്കെ വിശക്കുമായിരുന്നു. നിന്റെ പൂക്കട നേരത്തെ അടച്ചു വന്നിട്ടേ ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരുങ്ങിക്കൊള്ളണം, കേട്ടല്ലോ. എന്താടി നീ ഒന്നും പറയാത്തത്? എന്ത് പറഞ്ഞാലും നിനക്കിപ്പോ ഒരു മൗനം മാത്രമേ ഉള്ളല്ലോ. എന്താ അമ്മ ഞാൻ പറയേണ്ടത്? അമ്മ പറയുന്നതിന് മറുപടി തന്നു കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് പറ്റില്ലല്ലോ. ഹോ, അവളെ എനിക്ക് മറുപടി തരാനിരിക്കുക. പിന്നെ എന്താ അമ്മേ ഞാൻ പറയേണ്ടത്? എന്താടി, ഞാൻ പറയുന്നതൊക്കെ നിനക്ക് താഴ്മയോടെ അനുസരിച്ചാൽ എന്താ? അങ്ങനെ ഞാൻ അനുസരിക്കുന്നതുകൊണ്ടാ ഇപ്പൊ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കേണ്ടി വരുന്നത്. ഇല്ലായിരുന്നെങ്കിലേ ശ്രുതിയെയും വർഷയും പോലെ എനിക്ക് എന്റെ ജോലി മാത്രം നോക്കിയിരുന്നാ മതി. ശ്രുതിയും വർഷയും നിന്റെ പോലെയാണോടി? അവരൊക്കെ വലിയ വീട്ടിൽ നിന്ന് വന്നവരാ. അവർക്കൊന്നും നിന്റെ പോലെ അടുക്കളയിൽ കയറുന്ന നിറങ്ങേണ്ട ആവശ്യമില്ല. അമ്മേ, ഒരേ കാര്യം തന്നെ ദിവസം എന്തിനാ 100 തവണ പറയുന്നത്? അത് കേട്ടിട്ടാണെങ്കിൽ എന്റെ തല പെരുത്തു തുടങ്ങി. മതിയാക്കമ്മേ. ആ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത്. രേവതി, ഫുഡായോ? ഇല്ല സച്ചേട്ടാ, ആയിക്കൊണ്ടിരിക്കുക. അല്ല, ഇന്ന് എന്തൊക്കെയാ സ്പെഷ്യല്? അമ്മത്തമ്പുരാട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? എന്താടാ നിനക്ക് എന്നെ കാണുമ്പോ ഒരു ചൊറിച്ചില്? എങ്ങനെ ചൊറിയാതിരിക്കും? നിങ്ങൾ ഏതു നേരം രേവതിയെ ചൊറിഞ്ഞോണ്ടിരിക്കുകയല്ലേ. നിനക്കെന്താടാ ഞാൻ ഇവിടെ എന്തെങ്കിലും പറയുന്നതിന്? അത് കൊള്ളാട്ടോ. രേവതിയോട് പറയുന്ന പോലെ നിങ്ങൾ പാർലർ എടുത്തിയോടും ആനക്കുട്ടിയോടും പറയുന്നില്ലല്ലോ. എന്താടാ, ദേ നിർത്തിക്കോളാം നീ ഓരോന്നിട്ട് അവരെ വിളിക്കുന്നത്. അവരുടെ അച്ഛനും അമ്മയും അവർക്ക് നല്ല പേരിട്ടിട്ടുണ്ട്, ശ്രുതിയും വർഷയും. അങ്ങനെ വിളിച്ചാൽ മതി നീ. അല്ലാണ്ട് ഒരുമാതിരി പൗഡർ എടുത്തി ആനക്കുട്ടിയും. അതെ, നിങ്ങൾ വിളിക്കേണ്ടതൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ എന്ത് വിളിക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ ഇഷ്ടമുള്ളത് വിളിക്കും. നീ എന്തെങ്കിലും ചെയ്യടാ. അവളെ വിളിച്ചു വരുത്തിയതായിരിക്കും അവനെ. എന്ത് പറഞ്ഞാലും എന്തിനാ അമ്മ അത് എന്റെ തലയിലോട്ട് ഇടുന്നത്? സച്ചയായിട്ട് ഇപ്പൊ വന്നത് ഞാൻ വിളിച്ചിട്ടാണോ? അമ്മ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തിനാ വിളിക്കുന്നത്? നിന്റെ ശബ്ദം കേൾക്കുമ്പോ തന്നെ അവൻ ഇവിടെ എത്തുമല്ലോ. എല്ലാം അവളുടെ തലയുടെ മന്ത്രത്തിന്റെ പവറാ. ഇതും പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യം പിടിച്ച് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഭക്ഷണമൊക്കെ ആയിട്ട് രേവതി ടേബിളിൽ ഭക്ഷണം കൊണ്ട് വെക്കുന്നതാണ്. എല്ലാം വെച്ചല്ലോ. എല്ലാം വെച്ചിട്ടുണ്ടമ്മേ. പറഞ്ഞതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മയ്ക്ക് വേണമെങ്കിൽ നോക്കാം. ആ സമയത്ത് രവി പറയുന്നുണ്ട്, എന്താ ചന്ദ്രമതി ഇതൊക്കെ? ഏതെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കിയാൽ പോരെ? ഓരോരുത്തർക്ക് ഓരോന്നുണ്ടാക്കാൻ. രേവതി റോബോട്ടൊന്നും അല്ലല്ലോ. ഇവൾക്ക് ഇവിടെ നിൽക്കണമെങ്കിലേ ഇതൊക്കെ ചെയ്തേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിലേ ഇവന് വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോട്ടെ. അച്ഛാ, തലയ്ക്ക് സുഖമില്ലാത്തവരോട് എന്തിനാ അച്ഛ സംസാരിക്കാൻ നിൽക്കുന്നത്? പിന്നെ രേവതിയോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി ഓരോ തരം വിഭവങ്ങളൊന്നും ഉണ്ടാക്കി വെക്കേണ്ടെന്ന്. പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലോ. ഇപ്പൊ ഇവരുടെ വായിന്നിരിക്കുന്നൊക്കെ കേൾക്കുമ്പോ നിനക്കൊരു മനസ്സുഖമാണല്ലോ. സച്ചേട്ടാ, വേണ്ട, അവരെന്ത് വേണമെങ്കിലും പറയട്ടെ. അതൊന്നും നമ്മൾ നോക്കണ്ട. ശരി രേവതി, നീ ഇരിക്കി. അവളിരിക്കാൻ വരട്ടെ. അതെന്താ അവൾ ഇരുന്നാല്? അവൾ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയില്ലേ, ഇനി അവൾ കഴിക്കുന്നതിൽ എന്താ കുഴപ്പം? രേവതി, നീ ഇരിക്കി. ഇരിക്കണ്ട. ദേ രേവതി, നിനക്ക് വല്ലതും കഴിക്കണമെങ്കിലേ ഇവിടെ നിന്ന് എടുത്ത് കിച്ചണിൽ പോയി കഴിക്കി. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കഴിച്ചോ. ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. സച്ചി ഇരിക്കുന്നോടത്ത് നിന്ന് എഴുന്നേറ്റ് പറയുന്നുണ്ട്, ദേ നിങ്ങൾ കുറെ നേരമായി തുടങ്ങിയിട്ട് മതിയാക്കിക്കോ. ഇല്ലാന്നുണ്ടെങ്കിലേ നിങ്ങളെ ഓട്ടക്കാരൻ മക്കൾക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സച്ചി അവിടെ ഇരിക്കി. മോളെ രേവതി, അവൻ്റെ അടുത്ത് വന്നിരുന്നേ. അവൾ അങ്ങനെ പലതും പറയും. അതൊന്നും മോള് കേൾക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേണ്ടച്ചാ, ഞാൻ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചോളാം. ഞാനാ പറയുന്നത്, അവിടെ ഇരിക്കി. എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് എച്ചിന് മാത്രം ബാക്കി ഉണ്ടാവും. അതാണോ മോള് കഴിക്കുന്നത്? അത് പിന്നെ മിക്ക ദിവസവും അങ്ങനെ തന്നെയാണ് അച്ഛ അവൾ കഴിക്കുന്നത്. എല്ലാവരും കഴിച്ചതിന്റെ പൊട്ടും പൊടിയും ബാക്കി ഉണ്ടായിരിക്കും. അതൊക്കെയാണ് ഇവള് ഡെയിലി കഴിക്കുന്നത്. എന്തായാലും അതെനി നടക്കില്ല. മോൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. രവിയേട്ടാ, മിണ്ടാതിരുന്നോളണം. നിനക്ക് വേണമെങ്കിൽ ഇരുന്ന് കഴിക്കാൻ നോക്ക്. അവരെ നീ വിളിച്ചില്ലേ, അവർ വന്നോളും. അങ്ങനെ ചന്ദ്രമതി മനസ്സില്ലാ മനസ്സോടെ അവരെ വിളിക്കാൻ വേണ്ടി മുകളിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്താണ് കാണിക്കുന്നത് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി വെച്ച ഭക്ഷണത്തിൽ ഈച്ച വന്നിരിക്കുന്നത്. അങ്ങനെ ചന്ദ്രമതി അവരെ രണ്ടുപേരെയും വിളിച്ചോണ്ട് വരാൻ കേട്ടോ. എടാ, നിങ്ങൾ രണ്ടുപേരും വരാത്തതുകൊണ്ടേ ആ നാണം കെട്ടവൾ അവിടെ കയറി ഇരിക്കുന്നുണ്ട്. ഏതായാലും എന്റെ സീറ്റ് പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ വന്നിരിക്കി. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ അമ്മ ഞാൻ എല്ലാവരും കഴിച്ചിട്ട് കഴിച്ചോളാം, എനിക്കിപ്പോ വിശപ്പില്ല, നിങ്ങൾ ഇരുന്ന് കഴിക്കി. അത് പറ്റില്ല, വർഷമോളുടെ കൂടെ നീ എന്തായാലും ഇരിക്കണം. അങ്ങനെ അവരെ കണ്ടപ്പോൾ രവി പറയുന്നുണ്ട്, എത്ര നേരമായിടാ നിങ്ങളെ രണ്ടുപേരെയും കാത്തിരിക്കുന്നത്. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛാ, വർഷ ഡബ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഇരുന്ന് കഴിക്കാൻ നോക്ക്.
അങ്ങനെ എല്ലാവരും ടേബിളിൽ ഇരിക്കുന്നുണ്ട്. ശ്രുതി ഇരിക്കുന്നതിന്റെ പ്ലേറ്റിൽ തന്നെ ഒരു ഈച്ച വന്നിരിക്കുന്നത് കാണിക്കുകയാണ്. അയ്യേ, ഈച്ച! ചേ, എന്താ ഇത് രേവതി, നീ ഈച്ച വന്നിരിക്കുന്ന ഭക്ഷണമാണോ വിളമ്പി വെക്കുന്നത്? അത് പിന്നെ ഒരുപാട് സമയമായി ഭക്ഷണം വിളമ്പി വെച്ചിട്ട്, നിങ്ങൾ ഇപ്പൊ വരുമെന്ന് കരുതിയതാ. അങ്ങനെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി വെക്കണ്ട, വന്നതിന് ശേഷം ഭക്ഷണം വിളമ്പിയാൽ മതി. ഇതിപ്പോ കണ്ടല്ലോ, എനിക്ക് ഉറപ്പൊന്നുമില്ല, ഇതിപ്പോ ചിലപ്പോ ഉണ്ടാക്കുമ്പോ ചത്തയെടുക്കുന്നതാണെങ്കിലോ. ഇതൊക്കെ കേട്ടിട്ട് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ രേവതി പറയുന്നുണ്ട്, ഏയ് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചതാ. അപ്പൊ രവി പറയുന്നുണ്ട്, മോളെ ആ ഈച്ചയെ കണ്ടിട്ട് ഇപ്പൊ ചത്തതാണെന്നാ തോന്നുന്നത്, മോൾ ആ പ്ലേറ്റ് മാറ്റി വെച്ചിട്ട് വേറെ കഴിക്കി. ഇത് കേട്ടപ്പോ ശ്രുതി പറയുന്നുണ്ട്, എന്റെ അച്ഛാ, ഇത് എപ്പ ചത്തതാണെന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഏതായാലും ഇന്ന് മനുഷ്യൻ പട്ടിണി എടുക്കേണ്ടി വരും. സച്ചിയാണെങ്കിൽ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി പറയുന്നുണ്ട്, എല്ലാം കേട്ടിട്ടും വെട്ടിവിഴുങ്ങി തിന്ന അവന്. എടാ സച്ചി, അതിലെങ്ങാനും ഈച്ച വീണിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാതിരിക്കുക, അസുഖം വല്ലതും വരും. നിങ്ങൾക്കാണ് എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്നതിന് പുച്ഛം. അവൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. ഒരു ഈച്ച വീണെന്നും കരുതി ഞാൻ ഇത് തിന്നാതിരിക്കില്ല. ഇതൊരിക്കലും ഈച്ച ഭക്ഷണത്തിൽ കുടുങ്ങിയതല്ല. ഇവരെ ഒരുപാട് നേരമായല്ലോ കാത്തിരിക്കുന്നു ഈ രണ്ട് ഓട്ടക്കാരെ. അങ്ങനെ ഭക്ഷണത്തിൽ വീണതാണ് ഈച്ച. രവിയും ഭക്ഷണം കഴിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്കും അത് തന്നെയാ തോന്നുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിലേ നിങ്ങൾ കഴിച്ച് എഴുന്നേറ്റ് പോവാൻ നോക്ക്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ദേ രേവതി, ഇതൊരുമാതിരി ഞങ്ങളോട് ചെയ്യുന്ന ചതിയാണ് കേട്ടോ നീ. ഇപ്പോൾ ഒരുവിധപ്പെട്ട ഭക്ഷണത്തിലൊക്കെ നീ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ഒന്നുണ്ടാവും, പല്ലിയോ പാറ്റയോ പഴുതാരയോ ഈച്ചയോ അങ്ങനെ വല്ലതും. എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത്? എത്ര സമയം ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കാൻ ചെലവഴിക്കുന്നതെന്നറിയോ? സമയത്തിൽ എന്താ കാര്യം രേവതി? നിനക്കിവിടെ വേറെ വല്ല ജോലിയുണ്ടോ? ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലേ അത് നല്ല വൃത്തിയിൽ ഉണ്ടാക്കാൻ ആദ്യം പഠിക്ക്. എന്താ നിന്റെ വീട്ടുകാരാണോ നിന്നെ ഇങ്ങനെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്? അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തിനാ മോളെ അതൊക്കെ പറയുന്നത്? അവളുടെ വീട് ചോർന്നൊലിക്കുന്ന വീടാ. അപ്പൊ പിന്നെ പല്ലിയും പഴുതാരയൊക്കെ തന്നെ ആയിരിക്കും അവളുടെ ഭക്ഷണത്തിലെ മിക്ക കൂട്ട്. ഇത് കേട്ടിട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വർഷ പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി എന്തിനാ ഇങ്ങനെ രേവതി ചേച്ചി ഇൻസൾട്ട് ചെയ്യുന്നത്? പാവപ്പെട്ടവർക്കും ഈ ലോകത്ത് ജീവിക്കണ്ടേ? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ആന്റിയും ശ്രുതി ചേച്ചിയും എപ്പോഴും രേവതി ചേച്ചിയെ കളിയാക്കുന്നത്. ഇത് വളരെ റോങ് ആണ് കേട്ടോ. പണമില്ലാത്തതിന്റെ പേരിൽ നമ്മൾ ആരെയും അകറ്റി നിർത്താൻ പാടില്ല. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷേ അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഈ ഭക്ഷണം കുറെ നേരമായില്ലേ വിളമ്പി വെച്ചിട്ട്, അതുകൊണ്ട് അതിൽ ഈച്ച വന്നിരുന്ന് കാണും എന്ന് കരുതിയിട്ട് എല്ലാ ഭക്ഷണം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇതും പറഞ്ഞ് വർഷയും ശ്രീകാന്തും നന്നായിട്ട് കഴിക്കാൻ തുടങ്ങാട്ടോ. ശ്രുതിക്കാണെങ്കിൽ ഭക്ഷണത്തിന്റെ മണമൊക്കെ കേട്ടിട്ട് കഴിക്കാതിരിക്കാനും പറ്റുന്നില്ല. ശ്രുതിയാണെങ്കിൽ എല്ലാവരും കഴിക്കുന്ന കണ്ടിട്ട് ശ്രുതിയും കഴിക്കാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ശ്രുതിക്ക് ദേഷ്യം വരികയാണ്. അവസാനം ശ്രുതി മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വരികയാണ്. ആ സമയത്ത് സച്ചി ദേഷ്യപ്പെട്ട് ശ്രുതിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി കണ്ടിട്ട് ഇത് കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ നിൽക്കാണ്. അപ്പൊ സച്ചി മനസ്സിൽ കരുതുന്നുണ്ട്, പൗഡർ എടുത്തിര കള്ളപ്പുസ്തകം തുറന്ന് വായിക്കണായിരുന്നു. ഇപ്പൊ അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. എന്തായാലും പൗഡർ എടുത്ത് കിട്ടൊരു കൊട്ടു കൊടുക്കണം. അങ്ങനെ ശ്രുതി കൈ കഴുകി മാറി നിൽക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഒന്ന് നിൽക്കണം. എന്താ സച്ചി? അതെ, എനിക്കൊരു കാര്യം പറയണ്ട്, സീക്രട്ടാ, കേൾക്കാൻ താല്പര്യമുണ്ടോ? നീ പറയുന്നതൊന്നും എനിക്ക് തൽക്കാലം കേൾക്കാൻ താല്പര്യമില്ല, മാറിക്ക്. ഇത് കേട്ടേ പൗഡർ എടുത്ത് ഇവിടുന്ന് പോവുള്ളൂ. ദേ സച്ചി, ഞാനിപ്പോൾ അച്ഛനോട് ഇത് പറയും. പറഞ്ഞോ, പൗഡർ എടുത്ത് എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷേ ഇത് കേൾക്കാതെ പൗഡർ എടുത്ത് ഇവിടുന്ന് ഒരു അനക്കം മുന്നോട്ട് വെക്കില്ല. നീ എന്താടാ എന്നെ വിരട്ടുവാണോ? സുധീയുടെ അടുത്ത് എടുക്കുന്ന വിരട്ടലൊന്നും എൻ്റെ അടുത്ത് നിനക്ക് നടക്കില്ല കേട്ടോ. അയ്യോ, പൗഡർ എടുത്ത് ആകെ ആള് മാറിപ്പോയല്ലോ. ഇത് കണ്ടപ്പോൾ സുധി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താടാ നീ എന്താ ശ്രുതിയോട് പറയുന്നേ? നിനക്കെന്താ പേടിയുണ്ടോ? നിന്റെ വല്ല കള്ളചരിത്രവും ഞാൻ പറയുമെന്ന്? അത് പിന്നെ ശ്രുതി, നീ വരാൻ നോക്കിയേ. വെറുതെ എന്തിനാ ഇവനോടൊക്കെ സംസാരിക്കുന്നേ? ഞാൻ സംസാരിച്ചല്ലേ ശ്രുതി, ഇവൻ എന്നെ പിടിച്ചു നിർത്തുവാ. ഇവൻക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്താണ് നിനക്ക് പറയാനുള്ളത്? അതെ, തൽക്കാലം നിന്നോട് പറയാൻ എനിക്ക് പറ്റില്ല. എനിക്കിത് പൗഡർ ആയിട്ടോട്ട് തന്നെ പറയണം. എങ്കിൽ ഇപ്പം നടക്കും. ശ്രുതി, നീ വരാൻ നോക്കിയേ. നടക്ക് ശ്രുതി. അങ്ങനെ അങ്ങ് പോയാലോ? ഈ ഗ്രീൻ ബ്രാൻഡ് എന്താ സംഭവം? ഇത് കേട്ടപ്പോൾ തന്നെ ശ്രുതി ഒരു നിമിഷം അവിടെ നിന്ന് പോകട്ടോ. എന്നിട്ട് സച്ചയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. അയ്യോ, ഗ്രീൻ ബ്രാൻഡ് എന്ന് പറഞ്ഞപ്പോൾ പൗഡർ എടുത്ത് എന്തിനാ ഞെട്ടുന്നേ? അത് ഒന്നുമില്ല. നീ എന്തിനാ ഗ്രീൻ ബ്രാൻഡ് എന്ന് പറഞ്ഞേ? അതല്ലേ ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞത്. പൗഡർ എഡിത്തോട് മാത്രമായിട്ട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പൗഡർ എഡിത്ത് സമ്മതിക്കുന്നില്ലല്ലോ. അച്ഛനെ അമ്മയെ വിളിക്കാന്നൊക്കെ പറഞ്ഞ് എന്നെ വിരട്ടുവല്ലേ? എന്താ നിനക്ക് പറയാനുള്ളത്? എൻ്റെ ശ്രുതി, നീ എന്തിനാ വെറുതെ ഇവൻ പറയാനുള്ളത് കേൾക്കുന്നത്? നീ വരാൻ നോക്കിയേ. ശ്രുതി, നീ തൽക്കാലം പോ. ഇവൻക്ക് എന്താ പറയാനുള്ളത് ഞാൻ കേൾക്കട്ടെ. എങ്കിൽ പിന്നെ ഞാനും കൂടി ഇവിടെ നിൽക്കാം. ഏയ്, അത് വേണ്ട ശ്രുതി, നീ ചെന്നിട്ടേ ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിട്ട് ഞാൻ അപ്പോഴേക്കും വരാം. അല്ല, നമുക്ക് ഒരുമിച്ച്. വേണ്ട ശ്രുതി, പോ, ഞാൻ വരാം. ഏയ്, ഇവൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കിട്ട് പോവില്ല. ശ്രുതി, നിന്നോട് പോവാനല്ല പറഞ്ഞത്. എന്നാൽ ഇവൻ എന്ത് പറഞ്ഞിട്ടാ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്? ശരി, നീ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാ. അപ്പം പേടിയുണ്ട് സച്ചിയെ അല്ലേ? പേടിച്ചിട്ടൊന്നുമല്ല. നീ എന്തിനാ ഇപ്പം ഗ്രീൻ ബ്രാൻഡ് എന്ന് പറഞ്ഞേ? ഗ്രീൻ ബ്രാൻഡ് അല്ലേ പൗഡർ എടുത്തിട്ട് പാർലർ? അതെങ്ങനെ നിനക്കറിയാം? ഞാനവിടെ വന്നപ്പോൾ കണ്ടതാണ്. നീ എപ്പോൾ വന്നു? അതൊക്കെ വന്നു. അപ്പോൾ ചന്ദ്രമതി ബ്യൂട്ടി പാർലർ എന്നുള്ള പേരങ്ങ് മാറ്റി അല്ലയോ? അത്
ഉം, പേര് കൊള്ളത്തില്ലായിട്ടാണോ മാറ്റിയത്? ഏയ് അതുകൊണ്ടൊന്നുമല്ല, ഞാനേ ഒരു വെറൈറ്റിക്ക് ഇരുന്നോട്ടെ എന്ന് കരുതി. അകത്ത് ചന്ദ്രമതി ബ്യൂട്ടി പാർലർ എന്നുണ്ട്. മതി മതിയൊക്കെ പാർലറിട്ട് തീരെ കള്ളം പറച്ചില്. എനിക്കറിയാം അത് മറ്റൊരാളുടെ പാർലറാണെന്ന്. ഇത് കേട്ടിട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. തൽക്കാലം ഞാനിതാരോടും പറയില്ല. പക്ഷെ ഇനി രേവതിയെ മേലെ ബുദ്ധിമുട്ടിക്കാൻ നിന്നാ അവനവൻ്റെ ജോലി അവനവൻ തന്നെ ചെയ്തോളണം. ഇനി നിങ്ങൾ രേവതിയെ കിച്ചണിൽ കയറി സഹായിക്കണം. അങ്ങനെ സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് എല്ലാവരുടെ മുന്നിൽ വെളിപ്പെടുത്തും. സച്ചി, നീ എന്തെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണോ? പിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാതെ എൻ്റെ ഭാര്യയെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇട്ട് കഷ്ടപ്പെടുത്തല്ലേ ഡെയിലി. അപ്പം നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്, ഞാൻ അതൊന്ന് കണ്ട് ആനന്ദിക്കട്ടെ. നാളെ നിങ്ങൾ അത് ചെയ്യുന്നോ ഇല്ലെങ്കിൽ ഞാൻ സത്യം ഇപ്പം ഇവിടെ പറയണോ? അയ്യോ വേണ്ട, ഞാൻ രേവതിയെ നാളെ മുതൽ സഹായിക്കാൻ കയറിക്കോളാം. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് കൊള്ളാം. എന്നാ പോയി കിടന്നുറങ്ങിക്കോ, നാളെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതാ. ഇതും പറഞ്ഞ് സച്ചി അവിടുന്ന് പോവാണ് കേട്ടോ. ആകെ ഡെസ്പായി നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. എന്തായാലും പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. ശ്രുതി നേരത്തെ തന്നെ അലാറൊക്കെ വെച്ച് എഴുന്നേറ്റ് കിച്ചണിൽ കയറുന്നുണ്ട്. ആ സമയം രേവതി പണിയിലാണ് കേട്ടോ. അപ്പൊ ശ്രുതിയെ കണ്ടപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ശ്രുതി, നീ എന്താ നേരത്തെ എഴുന്നേറ്റത്? അത് പിന്നെ ഒന്നുമില്ല രേവതി, കുറേ ദിവസമായില്ലേ നീ തന്നെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുവല്ലേ. ഇന്ന് കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. അപ്പം പിന്നെ നിന്നെ എന്തെങ്കിലും സഹായിക്കാന്ന് കരുതി. ഇതെന്താ സ്വപ്നോ? ഇതും പറഞ്ഞിട്ട് രേവതി തന്നെ ഒന്ന് നുള്ളി നോക്കുകയാണ് കേട്ടോ. അയ്യോ, അപ്പൊ സ്വപ്നമല്ലേ? എന്തു പറ്റി രേവതി? ഞാൻ കിച്ചണിലോട്ട് കയറാറില്ലല്ലോ അല്ലേ, അതുകൊണ്ടായിരിക്കും അല്ലേ? അതെ ശ്രുതി, കുഴപ്പമില്ല. എന്തൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്? ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും, പിന്നെ വർഷയ്ക്ക് ഇടിയപ്പം മുട്ടക്കറിയും വേണമെന്നാ പറഞ്ഞത്. ഏതെങ്കിലും ഒന്നൊരാൾക്ക് കഴിച്ചാൽ പോരെ? എങ്കിൽ പിന്നെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാം. അയ്യോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ശ്രുതി പൊയ്ക്കോ, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. അത് പറ്റില്ല, ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ എപ്പിസോഡാണ് കേട്ടോ. ചന്ദ്രമതി എന്തായാലും ശ്രുതി ജോലി ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് വരുന്നത്. ഇനി ആ ഒരു കിടിലൻ എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോന്ന് ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഗായ്സ്.